നമസ്കാരം. 2021 ഒക്ടോബർ 7 ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആ സമയത്ത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് സമീപത്ത് കങ്ങഴ ഇടേപ്പാറ ജംഗ്ഷനിൽ ആളുകൾ ഒരു കാഴ്ച കണ്ടു. അവിടെയുള്ള ഒരു രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലായി ഒരു കാൽപാദം ഇരിക്കുകയാണ്. വെട്ടി മുറിച്ചെടുക്കപ്പെട്ട ഒരു കാൽപാദം. ശരിക്കും ആ കാൽപാദം അവിടെ കൊണ്ടുവച്ചത് മുഖംമൂടി ധരിച്ച ഒരാളാണ്. അയാള് ആ ജംഗ്ഷനിൽ നിർത്തിയ ഒരു അംബാസഡർ കാറിൽ നിന്ന് ഇറങ്ങിയാണ് ആ കാൽപാദം എടുത്ത് അവിടെ വെച്ചത്. കാൽപാദം അവിടെ വെച്ചതിന് ശേഷം ആ അംബാസഡർ കാർ കാഞ്ഞിരപ്പള്ളി ലക്ഷ്യമാക്കി പാഞ്ഞു പോവുകയും ചെയ്തു. ഈ കാഴ്ച പല ആളുകളും കണ്ടതാണ്. രക്തം ആ സമയത്തും ആ കാൽപാദത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. വിവരം ഉടൻ തന്നെ അവര് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. കറുകച്ചാലിൽ നിന്ന് പോലീസ് സംഘം അതിവേഗം സംഭവ സ്ഥലത്തെത്തി. അവരും ആ രംഗം കണ്ട് അമ്പരന്ന് പോയിരിക്കുകയാണ്. കറുകച്ചാലിൽ നിന്ന് പോലീസ് സംഘം അവിടേക്ക് പാഞ്ഞെത്തുമ്പോൾ പോലീസ് സംഘത്തിന്റെ പുറകെ അവിടെ എത്തിയ ആളുകൾ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു. നേരത്തെ അവിടെ നിന്ന് പാഞ്ഞുപോയ അംബാസഡർ കാറ് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുന്നേ ഒരു മോട്ടോർ ബൈക്കിനെ ഫോളോ ചെയ്തത് അവർ കണ്ടിരുന്നു എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത്. ആ മോട്ടോർ ബൈക്ക് ആ ഇടേപ്പാറ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നത് കണ്ടുവെന്നും ആളുകൾ പോലീസിനോട് സൂചിപ്പിക്കുകയാണ്. ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ആ ഭാഗത്തേക്ക് തിരച്ചിൽ തുടങ്ങി. ആ കാൽപാദം ആരുടേതാണെങ്കിലും അയാള് അവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തെരച്ചിൽ ആരംഭിച്ചത്. പോലീസ് ആ കാൽപാദം കണ്ട ആ ജംഗ്ഷനിലും ആ അംബാസഡർ കാർ വന്ന ആ വഴിയിലൊക്കെ തിരക്കുകയാണ്. അങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാൽപാദം കിടന്ന ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി ഒരു റബ്ബർ പുരയിടത്തിന് സമീപത്തായി റോഡിൽ ആ ബൈക്ക് കിടക്കുന്നത് പോലീസ് ശ്രദ്ധയപ്പെട്ടത്. ശരിക്കും അവിടെ ഒരു ബൈക്ക് കിടക്കുന്ന കാര്യം അതുവഴി വാഹനത്തിൽ വന്ന് ആരൊക്കെ കണ്ടിരുന്നു. അവര് മുന്നോട്ട് വരുമ്പോഴാണ് പോലീസിന്റെ അന്വേഷണം കാണുന്നതും അവർ ആ കാര്യം പോലീസിനോട് പറയുന്നത്. വിവരമറിഞ്ഞതും പോലീസും നാട്ടുകാരും ആ ബൈക്ക് കിടക്കുന്ന ഭാഗത്തേക്ക് പാഞ്ഞെത്തി. അവിടെ നേർമുകളിലായി ഒരു റബ്ബർ പുരയിടമുണ്ട്. പോലീസ് ആ റബ്ബർ പുരയിടത്തിലേക്ക് കയറി. കൂടെ നാട്ടുകാരുടെ ഒരു വൻ പടയുമുണ്ട്. എല്ലാവരും കൂടി ആ റബ്ബർ പുരയിടത്തിലേക്ക് കയറി ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് കടക്കുമ്പോഴേക്കും അവർ ആ കാഴ്ച കണ്ടു. ഒരു ആളെ വെട്ടി അരിഞ്ഞ് അവിടെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ അയാളുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന ശൈലി തന്നെയാണ്. അത് അറിയപ്പെടുന്ന ഗുണ്ട മനേഷ് തമ്പാനാണ്. ഈ മനേഷ് തമ്പാനും വേറൊരു ഗുണ്ടാ സംഘവും തമ്മിലുള്ള അടിപിടി അവിടെ ആ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് മനേഷ് തമ്പാന്റെ സംഘവും ജയേഷിന്റെ സംഘവും തമ്മിൽ അടിയുണ്ടായപ്പോ ജയേഷിന്റെ കാല് ഈ മനേഷിന്റെ സംഘം അടിച്ചൊടിച്ചിരുന്നു. അതിന്റെ പേരിൽ ഒരു കേസ് നടക്കുകയാണ്. വേറെയും കേസ് മനേഷ് തമ്പാന്റെ പേരിലുണ്ട്. വധശ്രമത്തിനുള്ള കേസാണ് മനേഷ് തമ്പാന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ റബ്ബർ പുരയിടത്തിനകത്ത് വെട്ടി നുറുക്കപ്പെട്ട രീതിയിൽ മനേഷ് തമ്പാന്റെ ഡെഡ് ബോഡി പോലീസ് കാണുന്നത്. വിവരം ഉടൻ തന്നെ കറുകച്ചാൽ പോലീസ് മുകൾ തട്ടിലോട്ടൊക്കെ അറിയിച്ചു. ഡിവൈഎസ്പിമാരും SP ശില്പയും ആ സംഭവം അറിഞ്ഞ് ആ റബ്ബർ പുരയിടത്തിലേക്ക് പാഞ്ഞെത്തി. പട്ടാപ്പകലാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. SP ശില്പയും ഡിവൈഎസ്പിമാരും സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഒരു വൻ സംഘം തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പട്ടാപ്പകൽ ഒരു ബൈക്കിനെ ഫോളോ ചെയ്ത് അംബാസഡർ കാറിൽ വന്ന ചില ആളുകൾ ആ ബൈക്കിൽ യാത്ര ചെയ്ത ആളെ വെട്ടി അരിഞ്ഞതിന് ശേഷം അയാളുടെ കാൽപാദം മുറിച്ച് ആ കാൽപാദം അവിടെ ആളുകൾ കാണത്തക്ക ശൈലിയിൽ ജംഗ്ഷനിൽ കൊണ്ട് പ്രദർശിപ്പിക്കുക. അങ്ങനെ ഒരു സംഭവം കോട്ടയത്തിന്റെ ചരിത്രത്തിൽ അതിനു മുമ്പ് ആരും കേട്ടിട്ടില്ല. ഈ ഗൂർഖകൾ ഉപയോഗിക്കുന്ന ശൈലിയിലുള്ള ഒരു ഹുക്രി കത്തി ഉപയോഗിച്ചിട്ടാണ് ആ കാല് അരിഞ്ഞിരിക്കുന്നത്. ഗൂർഖകളാണോ ഇനി ഈ കേസിന്റെ പിന്നിൽ? പക്ഷേ എല്ലാവർക്കും അറിയാം ജയേഷിന്റെ സംഘവും ഈ മനീഷിന്റെ സംഘവും തമ്മിലുള്ള ആ കുടിപ്പക. അവർ തമ്മിൽ സ്ഥിരമായി ഏറ്റുമുട്ടാറുണ്ട്. ഇനി ജയേഷിന്റെ സംഘമാണോ ഈ സംഭവത്തിന് പിന്നിൽ? അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നിടയിൽ ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ ഫോറൻസിക് പരിശോധനകളും ആ റബ്ബർ പുരയിടത്തിൽ വെച്ച് തന്നെ ആരംഭിച്ചു. വിവരമറിഞ്ഞ് ചാനലുകളുടെ ഒരു ഒഴുക്ക് തന്നെ അവിടേക്ക് ഉണ്ടായി. പട്ടാപ്പകൽ നടക്കുന്ന സംഭവമാണല്ലോ, സ്വാഭാവികമായിട്ടും അതിന്റെ വാർത്താ പ്രാധാന്യം ചാനലുകൾക്ക് നന്നായിട്ട് അറിയാം. അനവധി OB വാനുകളാണ് ഈ ഇടേപ്പാറ മേഖലയിലേക്ക് ആ സമയത്ത് പാഞ്ഞെത്തിയത്. ലൈവ് റിപ്പോർട്ടിംഗ് പലരും ആരംഭിച്ചിരിക്കുകയാണ്. 2 ടീമുകൾ തമ്മിലുള്ള കുടിപ്പകയാണോ അതോ മറ്റാരെങ്കിലുമാണോ അതിന്റെ പിന്നിലെന്ന് അറിയാനായി ആ അംബാസഡർ കാറുമായി ബന്ധപ്പെട്ട CCTV വിഷ്വലുകൾ ശേഖരിക്കുന്നതിലേക്ക് പോലീസിന്റെ ഒരു സംഘം കടന്നു. അന്വേഷണത്തിന്റെ ചുമതല ഇപ്പോ SP നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. SP ശില്പ ഉടൻ തന്നെ ഒരു അന്വേഷണ സംഘത്തെ തയ്യാറാക്കുകയും ചെയ്തു. DOSPയും സർക്കിൾ ഇൻസ്പെക്ടർമാരും SIമാരും ഒക്കെ അടങ്ങിയ ഒരു ടീം. അവർ ആ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അതേ സമയത്താണ് മണിമല പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം 4 മണിക്ക് രക്തം ഇറ്റ് വീഴുന്ന ഗൂർഖകൾ ഉപയോഗിക്കുന്ന ഒരു കത്തിയുമായി 2 ചെറുപ്പക്കാർ
കടന്നു വരുന്നത്. ഇടയപ്പാറ ജംഗ്ഷനിൽ ഒരു കാൽപാദം കിട്ടിയതും ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി റബ്ബർ പുരയിടത്തിൽ വെട്ടി അരിയപ്പെട്ട ശൈലിയിൽ മനീഷ് തമ്പാന്റെ ബോഡി കിട്ടിയതും ഈ മണിമല പോലീസ് സ്റ്റേഷനിൽ അറിയാം. അവർ ആ വിവരം അറിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കോൺവേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ചെറുപ്പക്കാർ അവിടെ എത്തിയിട്ട് അവിടുത്തെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ഒരു കാര്യം പറഞ്ഞത്. സാർ, ഞങ്ങളാണ് ആ മനീഷ് തമ്പാനെ വെട്ടി വീഴ്ത്തിയത്. ഈ കത്തി ഉപയോഗിച്ച് ഞങ്ങൾ ആ കാലരിഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആ കത്തി അവര് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. അന്വേഷിച്ച് നടക്കാൻ പോലീസിന് സമയം പോലും കൊടുക്കാതെ രണ്ടുപേരിതാ കീഴടങ്ങിയിരിക്കുകയാണ്. കീഴടങ്ങിയത് ജയേഷും സച്ചു ചന്ദ്രനുമാണ്. ഈ ജയേഷിനെയാണ് 2 മാസങ്ങൾക്ക് മുമ്പ് മനീഷ് തമ്പാന്റെ ടീം വെട്ടി വീഴ്ത്തിയത്. അതിന്റെ പക വീട്ടിലാണ് നടന്നിരിക്കുന്നതെന്ന് ജയേഷ് പോലീസോട് ഏറ്റുപറയുകയും ചെയ്തു. മനീഷിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതായി. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നേരെ ചൊവ്വേ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ആലോചിച്ച് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനീഷിനെ തട്ടിയത്. ജയേഷ് കുറ്റസമ്മതം നടത്തിയോടുകൂടി മണിമല പോലീസ് അപ്പോൾ തന്നെ വിവരം മുകൾത്തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്തു. ഡിവൈഎസ്പിയും SP ശില്പയൊക്കെ പ്രതികൾ കീഴടങ്ങിയ കാര്യം അങ്ങനെയാണ് അറിയുന്നത്. പോലീസ് ഇൻവോൾവ് ആകുന്നതിന് മുമ്പ് തന്നെ പ്രതികൾ കീഴടങ്ങിയിരിക്കുകയാണ്. ജയേഷും കീഴടങ്ങിയ സച്ചിനും പോലീസിനോട് അവർക്കൊപ്പം ഉണ്ടായിരുന്ന 3 ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അവർ 3 പേരും പക്ഷെ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. 5 പേരും 5 സ്ഥലത്തേക്ക് പോകാനായിരുന്നു തീരുമാനം. മനീഷ് തമ്പാൻ എന്തെങ്കിലും കൊലപാതകം നടത്തിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ചാലോ ആരും മനീഷ് തമ്പാനെതിരെ സാക്ഷി പറയാറില്ല. അതിന്റെ കാരണം ഭയമാണ്. അതേ ഭയം ജയേഷിലും തോന്നണം. അതിനുവേണ്ടിയാണ് മനീഷ് തമ്പാനെ കൊന്ന് അവരെ കാല് വെട്ടി അറുത്തെടുത്ത് ആ കാൽപാദം കൊണ്ടുവന്ന് ആ ജംഗ്ഷനിൽ ആളുകൾ കാണുന്ന ശൈലിയിൽ വെച്ചത്. ഒരാളും തനിക്കെതിരെ സാക്ഷി പറയരുത്. ആ ഒരു തീരുമാനം ജയേഷ് എടുത്തിരുന്നു. അങ്ങനെ തീരുമാനം എടുത്തതിന് ശേഷമാണ് ജയേഷും അവന്റെ കൂട്ടുകാരനും പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത്. പോലീസ് അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് സമ്മതിക്കുകയാണ്. പോലീസിൽ കീഴടങ്ങിയാലും അവർക്ക് കോടതി വഴി പുറത്തിറങ്ങാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കീഴടങ്ങിയിരിക്കുന്നത്. അവർക്കെതിരെ സാക്ഷിമൊഴികൾ നൽകാൻ ഒരാളും തയ്യാറാകില്ല. തയ്യാറായാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവരോട് പറയാതെ പറഞ്ഞ ഒരു രംഗമാണ് ആ കാൽപാദം കൊണ്ടുവച്ച രംഗം. ആ കാറ് ആ ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതും ആ കാറിൽ നിന്ന് മുഖംമൂടി ധരിച്ച ഒരാൾ പുറത്തിറങ്ങുന്നതും അയാളൊരു കാൽപാദം കൊണ്ടുവന്ന് ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ വെക്കുന്നതും അനവധി ആളുകൾ കണ്ടതാണ്. അത് സാക്ഷി പറയുന്ന ആളുകൾക്ക് ഒരു വാണിംഗ് ആണ്. ഏതാണ്ട് ഈ ശൈലിയിലാണ് ആ രാത്രിയിൽ ന്യൂസ് ചാനലുകൾ ആ വാർത്ത ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കുടിപ്പക ഈ ശൈലിയിലേക്ക് നീങ്ങിയാൽ കോട്ടയത്ത് സമാധാന ജീവിതം എങ്ങനെ നടക്കും? അതാണ് ചാനലുകൾ ഉന്നയിക്കുന്ന ചോദ്യം. അന്ന് വൈകുന്നേരം കരകച്ചാൽ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് പോലീസിനൊരു കോള് കിട്ടി. അവിടെ ജയേഷിന്റെ ഗ്യാങ്ങിലുള്ള 2 ആളുകൾ തമിഴ്നാട്ടിലേക്ക് പോകാനായി ടാക്സി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരമാണ് വിളിച്ചയാള് പോലീസോട് പങ്കുവച്ചത്. ആ 2 പേർക്കൊപ്പം അപരിചിതനായ ഒരാൾ കൂടി ഉണ്ട്. പോലീസ് ഉടൻ തന്നെ ടാക്സി സ്റ്റാൻഡിലെത്തി ആ 3 പേരെയും പൊക്കി. 18ാം പടിക്കൽ പ്രസാദ്, ജിജോ, പിന്നെ ഒരു സച്ചിൻ സുരേഷ്, ഇവർ 3 പേരുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഫലത്തിൽ ഈ 5 ആളുകളുമാണ് ആ അംബാസഡർ കാറിനകത്ത് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസമായിരുന്നു തെളിവെടുപ്പ്. ഈ 5 ആളുകളെയും തെളിവെടുക്കാനായി സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വൻതോതിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന കണ്ടതും ജയേഷ് അവരെ നോക്കി അലറുകയാണ്. എന്നെ വെട്ടിയ ഒരുത്തരാണ് ഈ കിടക്കുന്നത്, ഇനി 6 പേര് കൂടിയുണ്ട്, അവർക്കും ഇത് തന്നെയായിരിക്കും ശിക്ഷ. പിന്നെ ഇതിന്റെ പേരിൽ സാക്ഷി പറയാനായിട്ട് ആരെങ്കിലും ഇറങ്ങിയാൽ അവർക്കും ശിക്ഷ ഇത് തന്നെയായിരിക്കും. ഒരുപാട് പോലീസുകാരുടെ കാവലിൽ നിൽക്കുമ്പോൾ ജയേഷ് നടത്തിയ ആ ഭീഷണി സ്വാഭാവികമായും ചാനലുകൾ അതുപോലെ ഒപ്പിയെടുത്തു. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ശൈലിയിലുള്ള ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. പട്ടാപ്പകൽ സകല ആളുകളും കണ്ടുകൊണ്ട് നിൽക്കേ, ഹയർ ഒഫീഷ്യൽസ് നിൽക്കേ, ആളുകളെ ഇതേപോലെ ഭീഷണിപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ഗുണ്ട ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. ജയേഷ് പറഞ്ഞ ആ ഭീഷണി എത്രത്തോളം ഫലവത്തായെന്ന് മനസ്സിലാകുന്നത് ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ്. അവരെ കോടതി ജാമ്യത്തിൽ ആദ്യമേ പുറത്തിറങ്ങാൻ അനുവദിച്ചു. 14ഓളം കൊലക്കേസുകളും അതുപോലുള്ള വധശ്രമവും ഒക്കെ ജയേഷിനും ടീമിനെതിരെ പോലീസ് ചാർത്തിട്ടുണ്ടെങ്കിലും ഒരെണ്ണം പോലും തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിന്റെ പേരിൽ ഈ ടീം മുഴുവൻ ഇപ്പോൾ പുറത്താണ്. ശരിക്കും ഒരു കുടിപ്പകയാണ് ഈ മനീഷ് തമ്പാന്റെ കൊലപാതകത്തെ കലാശിച്ചത്. മനീഷ് തമ്പാൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. അയാള് ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് അയാൾ അനുഭവിച്ചത്. തിരിച്ച് ജയേഷും ഒരു ഗുണ്ടയാണ്. ജയേഷ് കൊന്നൊടുക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ബന്ധങ്ങളില്ലാത്തവരല്ല. ആ കൊല്ലപ്പെടുന്ന ആളിന്റെ ബന്ധങ്ങൾ നാളെ ജയേഷിന് ഒരു പണിയായി മാറുകയും ചെയ്യും. ഇതുപോലുള്ള യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോഹിതദാസ് കിരീടവും ചെങ്കോലും ഒക്കെ എഴുതിയത്. ഇതേ ശൈലിയിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക കൊലപാതകങ്ങളിലേക്ക് എത്താറുണ്ട്. 2021 നവംബർ 5 ആലപ്പുഴയിൽ കൈനക്കരിയുള്ള ജയേഷിന്റെ വീട്ടിലേക്ക് കുറെ ആളുകൾ ഇരച്ചു കയറുകയായിരുന്നു. വീടിനകത്തേക്ക് ഇരച്ചു കയറിയത് ഗുണ്ടകൾ തന്നെയാണ്.
ആ ഗുണ്ടകൾ വീടിനകത്തുനിന്ന് ജയേഷിനെ വലിച്ചിറക്കി അവിടെ ആ മുറ്റത്തിട്ട് വെട്ടുമ്പോൾ ജയേഷിന്റെ ഭാര്യയും അമ്മയും ബന്ധുക്കളും ഒക്കെ ആ കാഴ്ച കാണുന്നുണ്ടാകും. അവിടെ മുന്നിലിട്ടാണ് ജയേഷിനെ ആ ഗുണ്ടകൾ വെട്ടിത്തീർത്തത്. അതിനെ കാരണം ജയേഷും ആ ഗുണ്ടകൾ തമ്മിലുള്ള ഉടക്കാണ്. ജയേഷും ആ ഗുണ്ടകൾ തമ്മിൽ നേരത്തെ ഇതുപോലൊരു സംഘടനം നടന്നിരുന്നു. അന്ന് ജയേഷിന്റെ സംഘം അവരെ പരിക്കേൽപ്പിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് അവര് ജയേഷിനെ തീർക്കാൻ ഇറങ്ങിയത്. ഈ പ്രതികളെയൊക്കെ സ്വാഭാവികമായിട്ടും ജയേഷിന്റെ വീട്ടുകാരെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. അഭിലാഷ് ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെയുള്ള സാക്ഷിമൊഴികളൊക്കെ പോലീസ് തയ്യാറാക്കുമ്പോഴേക്കും അവർക്ക് ജാമ്യം കിട്ടി. ആ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ സാക്ഷി പറയാൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാകും. കാരണം ഈ സാക്ഷിമൊഴികൾ നൽകുന്ന സമയത്ത് പ്രതിയും സാക്ഷിയും ഒക്കെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്നവരായിരിക്കും. പ്രതികൾ ആ സമയത്ത് ജയിലിലായിരിക്കത്തില്ല. തങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ആ പ്രതികൾക്കെതിരെ സാക്ഷി പറയാൻ ഏതൊരു ആളും മടിക്കുന്ന ആ ഘട്ടത്തിലാണ് ഒന്നാം പ്രതിയെ അഭിലാഷിനെ കൊല്ലപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. ശരിക്കും ഗുണ്ടാ കുടിപ്പകയുടെ മറ്റൊരു ഇരയായിരുന്നു അഭിലാഷ്. ഇതേ ശൈലിയിൽ തിരുവനന്തപുരത്ത് 2004 മുതൽ ഒരു രക്തയുദ്ധം നടക്കുകയാണ്. ബ്ലഡ് വാർ എന്ന് തന്നെയാണ് പോലീസ് ആ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആറ്റിപ്പുറ ഭാഗത്തുള്ള ഒരു സന്തോഷ് നല്ല ബോഡിയൊക്കെയുള്ള ഒരു കക്ഷിയാണ്. അയാള് SI ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ എക്സാം വിജയിച്ചു. റിട്ടേൺ എക്സാം പാസ്സായ സന്തോഷ് ഒരു കടമ്പൂടി കടന്നാലേ അയാൾക്ക് ഈ ഇന്റർവ്യൂ കഴിഞ്ഞാലും വിജയിക്കാൻ പറ്റും. അത് പോലീസ് വെരിഫിക്കേഷനാണ്. പോലീസ് വെരിഫിക്കേഷന് സന്തോഷിനെ തിരക്കുമ്പോഴാണ് സന്തോഷിന് സജികുമാർ എന്ന അമ്പിളിയുമായി ബന്ധമുള്ള കാര്യം പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നത്. സജികുമാർ അത്യാവശ്യം മാഫിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. അയാളുടെ മാഫിയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ മണ്ണ് അതുപോലെ മദ്യമൊക്കെ കടത്തുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ്. SI ആകാനായി എല്ലാ തരത്തിലും യോഗ്യത ഉണ്ടായിരുന്ന സന്തോഷ് അങ്ങനെ പോലീസിന്റെ വെരിഫിക്കേഷനിൽ പരാജയപ്പെട്ടതും ഒരു തനി ഗുണ്ടയായി മാറി, അമ്പിളിയുടെ വലങ്കയായി മാറി. പിന്നീട് തിരുവനന്തപുരം നഗരത്തിൽ നടന്ന പല അക്രമങ്ങളുടെയും പിന്നിൽ സന്തോഷാണ്. സന്തോഷ് ഈ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതും മാഫിയ പ്രവർത്തനം നടത്തുന്നതൊക്കെ വലിയ വേഗത്തിലാണ്. അങ്ങനെയാണ് സന്തോഷിന് ജെറ്റ് സന്തോഷ് എന്ന പേര് വീഴുന്നത്. ജെറ്റ് സന്തോഷ് തിരുവനന്തപുരം സിറ്റിക്കുള്ളിലും പുറത്തുമൊക്കെ ഒരു പേടി സ്വപ്നമായി വളരുമ്പോഴാണ് ചെമ്പഴന്തി വെച്ച് പോലീസുമായി ഏറ്റുമുട്ടുന്നത്. ആ ഏറ്റുമുട്ടലിൽ ASI കൃഷ്ണൻകുട്ടി സന്തോഷിന്റെ കൈവശം വരുന്ന ഒരു റിവോൾവർ പിടിച്ചെടുത്തു. തിരകൾ ഉള്ള ഒരു റിവോൾവർ ASI പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ASIക്ക് പോലീസിന്റെ കയ്യിൽ അതൊരു പേരുണ്ടാക്കി. പക്ഷേ ആ പേര് അധിക സമയം നീണ്ടു നിന്നില്ല. ASI കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്ക് രാത്രി പാഞ്ഞു കയറിയ സന്തോഷൻ ടീമും കൃഷ്ണൻകുട്ടിയെ അവിടെ ഇട്ട് വെട്ടിക്കൊന്നു. പോലീസിനെ ആക്രമിച്ച് പോലീസിന്റെ നോട്ടപ്പുള്ളിയായി ജെറ്റ് സന്തോഷം മാറിയതും അമ്പിളി സന്തോഷിനെ അയാളുടെ ഗാങ്ങിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി. അമ്പിളിക്ക് ഈ മണ്ണ് ബിസിനസ്സും അതുപോലെ മണൽ ബിസിനസ്സും അത്യാവശ്യം മറ്റു ചില മാഫിയ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിലും പോലീസുമായിട്ടുള്ള ഒരു നേരിട്ട് ഏറ്റുമുട്ടൽ അമ്പിളി ഒഴിവാക്കാറുണ്ട്. പക്ഷെ ഇവിടെ SI ആകാൻ തുനിഞ്ഞിറങ്ങിയ ജെറ്റ് സന്തോഷ് ഒരു ASIയെ വെട്ടിക്കൊന്നിരിക്കുകയാണ്. സർക്കാരിന്റെ നോട്ടപ്പുള്ളി ആയിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെയാണ് സജികുമാർ എന്ന അമ്പിളി സന്തോഷിനെ ഒഴിവാക്കുന്നത്. അത് സന്തോഷിന് വേറൊരു മുഖം നൽകിയാണ്. സന്തോഷ് ഒരു ഗുണ്ടാ തലവനായി മാറിയെങ്കിലും സന്തോഷ് ശരിക്കും പോലീസിന്റെ നോട്ടപ്പുള്ളിയാണല്ലോ. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും സന്തോഷ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു. കുളച്ചിലായി അയാളുടെ താമസം. ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് മുങ്ങുക എന്നതായി സന്തോഷിന്റെ ലക്ഷ്യം. പിടികിട്ടാപ്പുള്ളിയായി കേരളത്തിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട ജെറ്റ് സന്തോഷ് അവിടുന്ന് ഒരു പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്ന് കുറച്ചു നാൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയ സന്തോഷ് തിരുവനന്തപുരം നഗരത്തിന് സമീപത്ത് മലയങ്കീഴ് ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാനായി കയറിയത് 2004 നവംബർ 23-നാണ്. ആ ദിവസം അവിടെ ആ ബാർബർ ഷോപ്പിൽ ജെറ്റ് സന്തോഷ് ഇരിക്കുമ്പോൾ ഒരു ഓട്ടോ ആ ബാർബർ ഷോപ്പിന്റെ പുറത്തു വന്നു. ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ ബാർബർ ഷോപ്പിനകത്തേക്ക് പാഞ്ഞു കയറി സന്തോഷിനെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് ഓട്ടോയ്ക്കുള്ളിലേക്ക് കയറ്റി. ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന് അല്പസ്വല്പം ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി ജെറ്റ് സന്തോഷ് കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓട്ടോയ്ക്കുള്ളിലേക്ക് കയറ്റിയ ജെറ്റ് സന്തോഷവുമായി ആ ഓട്ടോ മുന്നോട്ട് പായുമ്പോൾ ആ ഓട്ടോയിൽ ഇരിക്കുന്ന ആളുകൾ സന്തോഷിന്റെ വലത് കൈ വെട്ടിമുറിച്ചു, കൂടെ ഒരു കാലും. പിന്നീട് സന്തോഷിനെ ആളുകൾ കാണുമ്പോൾ സന്തോഷ് കുരിശുമുട്ടത്തുള്ള ആ സെമിത്തേരിയുടെ സമീപത്ത് കിടക്കുകയാണ് നിശ്ചലനായി. തുടക്കത്തിൽ അമ്പിളിയുടെ അനുയായിയായി തുടങ്ങിയ ജെറ്റ് സന്തോഷ് ഇടയ്ക്ക് കബീറിന്റെ അനുയായിയായിരുന്നു. തിരുവനന്തപുരം നഗരത്തെ പിടിച്ചു കുലുക്കിയ ഒരു ഗുണ്ടാ തലവനാണ് കബീർ. പിന്നീട് ഒരു സമയത്ത് എണ്ണ രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഒരു ഗുണ്ടാ തലവന്റെ അനുയായിയായി ഈ ജെറ്റ് സന്തോഷ് മാറിയിരുന്നു. അതുപോലെ തന്നെയാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ച അമ്പിളിയുടെയും അനുയായിയായിരുന്നു ഈ ജെറ്റ് സന്തോഷ്.
അനുയായി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ സമയത്ത് പല ഗുണ്ടകളുമായി ഇവർ ഏറ്റുമുട്ടുമല്ലോ. പലതരത്തിലുള്ള മാഫിയ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ആളുകൾക്ക് സ്വാഭാവികമായും എതിർപ്പുണ്ടാവും. അങ്ങനെയുള്ള ആ എതിർപ്പാണ് ഇയാളുടെ കൊലപാതകത്തിലേക്ക് കലാശിച്ചെന്നുള്ള ഒരു ധാരണയിലേക്ക് പോലീസ് ഏതായാലും എത്തിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് കരുതുമ്പോഴാണ് ഒരാള് പോലീസിൽ കീഴടങ്ങുന്നത്. അയാളെ ഒരു ഇരട്ട പേരിലാണ് പൊതുവെ എല്ലാവരും അറിയുക. അമ്മയ്ക്കൊരു മകൻ സോജു, അങ്ങനെയാണ് അയാൾ വിളിക്കുന്നത്. അമ്മയ്ക്കൊരു മകൻ സോജു പോലീസിനോട് പറഞ്ഞത് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ്. സോജുവിന്റെ സഹോദരനാണ് സുര. സുരയുടെ ഭാര്യ ഈ ജെറ്റ് സന്തോഷുമായി അടുപ്പത്തിലാണെന്നുള്ള ഒരു വിവരം എങ്ങനെയോ ലീക്കായിരിക്കുകയാണ്. ജെറ്റ് സന്തോഷ് ഈ സുര ഇല്ലാതിരുന്ന സമയത്ത് പതുക്കെ സുരയുടെ ഭാര്യയുമായി അടുപ്പം ഉണ്ടാക്കിയ വിവരം അറിഞ്ഞ സുരയും അതുപോലെ ഈ അമ്മയ്ക്കൊരു മകനും ഒക്കെ ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി ജെറ്റ് സന്തോഷിനെ അവസാനിപ്പിച്ചതാണ്. പോലീസ് നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കഥയാണ് ഇപ്പോ അമ്മയ്ക്കൊരു മകൻ സോജു പോലീസിനോട് പറയുന്നത്. ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് വെച്ച് ഈ ജെറ്റ് സന്തോഷിനെ വെട്ടി കഷ്ണം കഷ്ണമാക്കിയത് ഈ അമ്മയ്ക്കൊരു മകൻ സോജുവും പിന്നെ ജാക്കി അനി എന്ന് അറിയപ്പെടുന്ന ഒരാളും ചേർന്നാണ്. അതുകൊണ്ട് 2006 കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ ഇവർക്ക് കോടതി വിധിച്ചത് വധശിക്ഷയാണ്. ബാക്കി പ്രതികളായ മൊട്ട അനിക്കും സുരയ്ക്കും കോടതി വിധിച്ചത് ജീവപര്യന്തമാണ്. ശരിക്കും ഈ വിധി ഉണ്ടായത് ആ ഓട്ടോ ഓടിച്ച നസുദ്ദീൻ എന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അയാളുടെ ഓട്ടോയിലാണല്ലോ ഈ സംഭവം നടന്നത്. അതുകൊണ്ട് ആ മൊഴി കോടതി സ്വീകരിച്ചത്. പക്ഷെ അതേ നസുദ്ദീൻ 2024 ഈ കേസ് ഹൈക്കോടതിയിൽ അപ്പീലിന് വന്നപ്പോൾ കൂറുമാറുകയാണ്. അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നതേ ഇല്ല, ഈ ആളുകളെ കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടേ ഇല്ല എന്നൊക്കെയുള്ള ശൈലിയിൽ നസുദ്ദീൻ പറഞ്ഞതും സാക്ഷി കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതി ധരിപ്പിച്ചു. ഏതായാലും സാക്ഷിമൊഴികൾ ഇല്ല എന്ന ഒറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതികളെയൊക്കെ കോടതി വെറുതെ വിടുകയും ചെയ്തു. കോടതി വെറുതെ വിട്ട മൊട്ടേനി കൊല്ലപ്പെട്ട വാർത്തയാണ് പിന്നീട് നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നത്. ശരിക്കും ഈ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കൊലപാതകങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരു വൈറൻ സെൽവൻ, പിന്നീട് ഗുണ്ടുകാട് ഷാജി, കബീർ, എപ്രാണി കൃഷ്ണകുമാർ, അങ്ങനെ എത്ര ആളുകളാണെന്നറിയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടിപ്പകയിൽ തീർന്നത്. ഒരുപാട് ഗുണ്ടകൾ പരസ്പരം അടിച്ചു തീരുമ്പോൾ ശരിക്കും ഇതിന്റെ ഇടയിൽ പോലീസ് ഉണ്ട്. ഞാൻ ഈ വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പോലീസ് മനഃപൂർവ്വം ഈ തമ്മിലടിക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാണ്. ഈ ഗുണ്ടകളെ ഒതുക്കാൻ വേറെ ഒരു രക്ഷയില്ല. പോലീസ് പലപ്പോഴും സാഹസികപ്പെട്ട് ഈ ഗുണ്ടകളെ പൊക്കി റിമാൻഡ് ചെയ്യിപ്പിച്ച് ജയിലിലാക്കും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ആ ഗുണ്ടകളെ മിക്കവാറും ഗവൺമെന്റ് പുറത്തുവിടും. അവർ വീണ്ടും കൊലപാതകങ്ങളുമായിട്ട് ഇറങ്ങും. സഹിക്കവയ്യാതാകുമ്പോൾ പോലീസ് തന്നെ മറ്റേതെങ്കിലും ഗ്യാങ്ങിന് കൊട്ടേഷൻ കൊടുക്കുന്നത് കൊണ്ടാകണം അവസാനം ഈ ഗുണ്ടകൾ തീരുന്നത്. ശരിക്കും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധമുള്ള ഒത്തിരിയേറെ ഗുണ്ടകളാണ് ഈ കാലഘട്ടത്തിൽ പല കാരണങ്ങളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസ് മനഃപൂർവ്വം പാരവെക്കുന്നത് കൊണ്ടല്ലേ ആ ഗുണ്ടകൾ കൊല്ലപ്പെടുന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഇതിനൊക്കെ ഒരുപാട് ദൂരം കവച്ചു വെക്കുന്ന കൊലപാതക പരമ്പരകൾ കൊച്ചിയിലും അതുപോലെ കണ്ണൂരൊക്കെ ഉണ്ട്. അത് വേറൊരു കഥയുടെ സാഹചര്യമാണ്. ഈ കുടിപ്പകകളാണ് ഗുണ്ടകളെ അവസാനിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ കുടിപ്പക ഇല്ലെങ്കിലും സംശയിക്കാനൊന്നുമില്ല, ഈ ഗുണ്ടകൾ കേരളം അടക്കി ഭരിച്ചനെ. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഗുണ്ടകളെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട്. എതിരാളികളെ നിഷ്പ്രഭരാക്കാൻ, എതിരാളികളിൽ നിന്ന് പണം പിടുങ്ങാൻ, എതിരാളികളെ ഭീഷണിപ്പെടുത്താൻ, എതിരാളികളെ വരച്ചുവരൽ നിർത്താൻ, അതിനൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഗുണ്ടകളെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഈ ഗുണ്ടകൾ കേരളത്തിൽ ഇങ്ങനെ തഴച്ച് കൊഴുത്തു വളരുന്നത്. അവരെ അവസാനിപ്പിക്കാൻ അവർക്കിടയിൽ ഒരു കുടിപ്പക വളർത്തിയെടുത്താലേ പറ്റൂ എന്ന് കൃത്യമായും പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഈ ഗുണ്ടകൾ ശരിക്കും അളിയനുമാണ്. ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെ സംഭവിക്കുന്നത് ആരോ മനഃപൂർവ്വം എണ്ണ ഒഴിച്ച് തീ കത്തിക്കുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത്രയേറെ കൊലപാതകങ്ങൾ ഈ ഗുണ്ടകൾക്കിടയിൽ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.